ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ AVL ട്രീ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. AVL സ്റ്റാൻഡ്സ് ഫോർ അഡിൽസൺ വെൽസ്കൈ ആൻഡ് ലാൻഡിസ്. AVL ട്രീ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ ഹൈറ്റ് ഡിഫറൻസ്. ലെഫ്റ്റ് സബ് ട്രീ എടുത്താലും റൈറ്റ് സബ് ട്രീ എടുത്താലും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതൊരു നോഡിന്റെ ആണെങ്കിലും അറ്റ്മോസ്റ്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ബാലൻസ് ഫാക്ടർ എന്ന ടേം വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഈ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ AVL ട്രീ. അങ്ങനെ ആയിരിക്കണം AVL ട്രീക്കകത്ത്. ഈ വാല്യൂസ് വേണമെങ്കിൽ -1 വരാം, അല്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ +1 വരാം. ഓക്കെ, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീന്റെ ബാലൻസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതൊരു സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ ആണെന്ന്. അതിന്റെ അർത്ഥം എവ്രി BST എന്ന് പറയുന്നത് AVL ട്രീ ആവണം എന്നില്ല. പക്ഷെ എവ്രി AVL ട്രീ ഈസ് എ ബൈനറി സെർച്ച് ട്രീ. ഒരു AVL ട്രീയുടെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ 12 എന്ന് പറയുന്ന ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ 3 ആണ് വരുന്നത്. റൈറ്റ് സബ് ട്രീയുടെ ആണെങ്കിൽ 2 ആണ് വരുന്നത്. 3 - 2 = 1 ആണ് വരുന്നത്. സോ നമുക്ക് ബാലൻസ് ഫാക്ടർ 12:1 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം ഈ 12ന്റെ കേട്ടോ, ഈ ഒരു നോഡിന്റെ. സിമിലർലി ഇനിയിപ്പോൾ 8 എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുമ്പോൾ 2 നോഡ്സ് ആണുള്ളത്, റൈറ്റ് സബ് ട്രീയിൽ 1 നോഡാണുള്ളത്. സോ ഒബ്വിയസ്ലി അതിന്റെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി 18 എടുക്കുകയാണെങ്കിലോ ലെഫ്റ്റ് സബ് ട്രീ 1ഉം റൈറ്റ് സബ് ട്രീ 0 ആണ്. സോ ബാലൻസ് ഫാക്ടർ ഈസ് അഗെയിൻ 1. ഇനി 5 എടുക്കുകയാണെങ്കിലോ ലെഫ്റ്റ് സബ് ട്രീ 1, റൈറ്റ് സബ് ട്രീ 0. സോ ബാലൻസ് ഫാക്ടർ ഈക്വൽ ടു 1. ഇനി 11 എടുക്കുകയാണെങ്കിൽ 0 അല്ലേ വരിക, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സബ് ട്രീസ് ഇല്ല. 17 എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ 4 എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അതായത് ഇതെല്ലാം ലീഫ് നോട്ട്സ് ആണ്. ലീഫ് നോട്ട്സിന്റെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. കാരണം അതിന് ലെഫ്റ്റ് സബ് ട്രീയോ റൈറ്റ് സബ് ട്രീയോ യാതൊരു ചൈൽഡും ഉണ്ടായിരിക്കില്ല. ഈ AVL ട്രീക്കകത്ത് നമ്മൾ ബൈനറി സെർച്ച് ട്രീക്കകത്ത് നടത്തുന്ന പോലെ തന്നെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. സെർച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസേർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിലീഷൻ ആയിക്കോട്ടെ. ഓക്കെ, എല്ലാം BSTയിൽ ചെയ്യുന്ന പോലെ, ബൈനറി സെർച്ച് ട്രീയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം ഇൻസേർഷന്റെയും ഡിലീഷന്റെയും കേസിൽ. അതായത് നമ്മൾ ഇൻസേർഷനും ഡിലീഷനും ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു AVL ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ ആണ്. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും ഒരു നോഡിന്റെ എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. പക്ഷെ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് ചിലപ്പോൾ വന്നേക്കാം. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും, ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാം. അത്തരം കേസുകളിൽ നമ്മൾ റൊട്ടേഷൻസ് പെർഫോം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ അൽഗരിതം കാര്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതില്ല. പക്ഷെ എന്നിരുന്നാലും ഏതൊക്കെ ടൈപ്പ് റൊട്ടേഷൻസ് ആണ് ഉള്ളത്, അതെങ്ങനെയാണ് നമ്മുടെ AVL ട്രീനെ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. 4 ടൈപ്സ് ഓഫ് റൊട്ടേഷൻസ് ആണ് വരുന്നത്. ലെഫ്റ്റ് റൊട്ടേഷൻ, റൈറ്റ് റൊട്ടേഷൻ, ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ ആൻഡ് റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ. ഇപ്പോൾ സപ്പോസ് ഞാൻ C എന്ന് പറയുന്ന ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന AVL ട്രീയിലോട്ട് C എന്ന് പറയുന്ന ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് നോഡ് എയുടേത് എന്തായി മാറും? 2 ആയി മാറും. അങ്ങനെ ഒരു റൈറ്റ് അൺബാലൻസ്ഡ് ട്രീ
നമ്മൾ ഇൻസേർഷനോ ഡിലീഷനോ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യണം. അതായത് ഇപ്പൊ ഈ ഒരു കേസിൽ 3 നോഡ്സ് അല്ലേ ഇവിടെ വരുന്ന ABC. B എന്നുള്ളത് റൂട്ട് നോഡ് ആക്കിയെടുത്ത് A എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടും C അങ്ങനെ തന്നെ ബിയുടെ ചൈൽഡ് ആയിട്ട് തന്നെ നിർത്തണം. അപ്പൊ നമുക്ക് ഈ ഒരു ട്രീ ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. ഈ ഒരു നോഡിന്റെ ബാലൻസ് ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യും, ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുന്നത് വഴി. ഇൻ കേസ് ലെഫ്റ്റ് അൺബാലൻസ്ഡ് ട്രീ ആണ് ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ഓപ്പറേഷൻ വഴി ഫോം ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും, റൈറ്റ് റൊട്ടേഷൻ ചെയ്താൽ മതിയാവും. ബി അവിടെ തന്നെ നിർത്തിയിട്ട് അതിന്റെ ചിൽഡ്രൻ ആക്കിയിട്ട് സിനെയും എനെയും മാറ്റുക. എ എന്ന് പറയുന്നത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ ബാലൻസ് ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, സി എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്, എ എന്ന് പറയുന്ന വേറൊരു നോഡ് ഉണ്ട്. സിയുടെ ചൈൽഡ് ആണ് എ, ലെഫ്റ്റ് ചൈൽഡ് ആണ് എ എന്ന് പറയുന്നത്. എയുടെ റൈറ്റ് ചൈൽഡ് ആയിട്ട് ഞാനൊരു ബി എന്ന് പറയുന്ന ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് അൺബാലൻസ്ഡ് ട്രീ ആണ് ഇവിടെ ഫോം ആവുന്നത്. അങ്ങനത്തെ കേസിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഒരു രണ്ട് പ്രാവശ്യം റൊട്ടേഷൻ ഞാൻ ഇവിടെ ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ എന്നാണ് അതിനെ പറയുക. ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എനെ എങ്ങോട്ടേക്ക്, ലെഫ്റ്റിലോട്ടും ബിനെ റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യണം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ എനെ ലെഫ്റ്റ് റൈറ്റ് അൺബാലൻസ്ഡ് ട്രീ ആവുമ്പോൾ കേട്ടോ, ലെഫ്റ്റിലോട്ട് ഒരു നോഡ് വന്നു, ദെൻ റൈറ്റിലോട്ട് ഒരു നോഡ് വന്നു. എൻ്റെ സ്റ്റാർട്ടിങ് നോഡ് ഏത് നോഡിലാണ്, ഇപ്പൊ ഇങ്ങനെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഫാക്ടർ ഫോം ചെയ്യുന്ന നോഡ് ഏതാണ്, അവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ റൊട്ടേഷനും കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഞാൻ എ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ടും ബി എന്ന് പറയുന്നത് റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എ എന്ന് പറയുന്നതായി മാറി എൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറി, ബി എന്ന് പറയുന്നത് അതിന്റെ പാരന്റ് ആയിട്ട് മാറി. പക്ഷെ സ്റ്റിൽ എനിക്ക് എന്താണ് വന്നിരിക്കുന്നത്, ഒരു ലെഫ്റ്റ് അൺബാലൻസ്ഡ് ട്രീ അല്ലേ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് അൺബാലൻസ്ഡ് ട്രീ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഇവിടെ കണ്ടത്, റൈറ്റ് റൊട്ടേഷൻ ചെയ്യണം. സോ ഞാൻ ഇവിടെ ഒരു റൈറ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആ ബാലൻസ് ഫാക്ടർ ഇത്തരം കേസുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇവിടെ നോക്കൂ, റൈറ്റിലോട്ട് ഒരു നോഡ് വരുന്നുണ്ട്, ദെൻ ലെഫ്റ്റിലോട്ട് ഒരു നോഡ് വരുന്നുണ്ട്. ഈ ലെഫ്റ്റിലോട്ടുള്ള നോഡ് ഞാൻ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ ഈ ഒരു ട്രീ അൺബാലൻസ്ഡ് ആവുന്നത് എങ്കിൽ, ഇവിടുത്തെ ബാലൻസ് ഫാക്ടർ 2 ആയി മാറുന്നതെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എൻ്റെ ഈ ഒരു നോഡ് ഇടയ്ക്ക് വരുന്ന ഇന്റർമീഡിയറ്റ് നോഡ് എന്ന് പറയുന്നത് ഒന്ന് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഈ നോഡ് ഞാൻ എങ്ങോട്ട്, ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് റൈറ്റ് അൺബാലൻസ്ഡ് ട്രീ ഇവിടെ ഫോം ആവും. റൈറ്റ് അൺബാലൻസ്ഡ് ട്രീ വന്നു കഴിഞ്ഞാൽ എന്ത് റൊട്ടേഷനാണ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് റൊട്ടേഷൻ അല്ലേ. ആ റൈറ്റ് അൺബാലൻസ്ഡ് ട്രീയിൽ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യും. അപ്പൊ ബി എൻ്റെ റൂട്ടായി മാറും, അതിന്റെ ചൈൽഡ് ആയിട്ട് എയും സിയും മാറും. സോ ഈ റൊട്ടേഷൻസിന്റെ പേര് ഓർത്ത് വെക്കാം. ഇപ്പൊ ഇൻസേർഷൻ ആണെങ്കിലും ഡിലീഷൻ ആണെങ്കിലും ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബൈനറി സെർച്ച് ട്രീക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ വേണം ആദ്യം നമ്മൾ നോട്ട്സ് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട്. ആ സെയിം അൽഗരിതം BSTയുടെ സെയിം അൽഗരിതംസ് വെച്ച് വേണം നമ്മൾ ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യാനായിട്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അൺബാലൻസ്ഡ് ആയി തീരുവാണെങ്കിൽ ചെയ്യേണ്ട റൊട്ടേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണം. ഓക്കെ, ഈ 4 എണ്ണത്തിന്റെ പേരും എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് ബൈനറി സെർച്ച് ട്രീ ആണ്. അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഡിലീഷനിലെ 3rd കേസ് ആണ്. അത് മാത്രമാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് കോൺസെപ്റ്റുകൾ പറഞ്ഞു തരാം. ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ അതൊരു ബൈനറി ട്രീ തന്നെയാണ്. അതിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡറിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, ഒരു നോഡിന്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് അതിലെ വാല്യൂസ്, ലെഫ്റ്റ് സബ് ട്രീയിലുള്ള നോഡ്സിലെ വാല്യൂസ് എല്ലാം തന്നെ ആ നോഡിനേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ 50 എന്ന് പറയുന്ന നോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 50യുടെ ലെഫ്റ്റ് സബ് ട്രീ അതിലെ എല്ലാ നോഡ്സും 50യേക്കാൾ ലെസ്സർ വാല്യൂസ് ആണ് കാണുക. ഇവിടെ നോക്കൂ, 30, 20, 40 കണ്ടോ. ഇനി 50യുടെ റൈറ്റ് സബ് ട്രീയിലാണെങ്കിലോ 50യേക്കാൾ ഗ്രേറ്റർ വാല്യൂസ്
അതായിരിക്കും റൈറ്റിലോട്ട് കാണുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 70, 60, 80. നിങ്ങൾക്ക് ഇവിടുത്തെ ലോജിക്ക് മനസ്സിലായോ? 50 എന്ന നോഡ് ഞാൻ എടുത്തു, അതിലെ ലെഫ്റ്റ് സബ് ട്രീയിലെ വാല്യൂസ് എല്ലാം 50യേക്കാൾ ചെറുതും റൈറ്റ് സബ് ട്രീയിലെ വാല്യൂസ് എല്ലാം 50യേക്കാൾ ഗ്രേറ്ററും ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ 30 എന്ന് പറയുന്ന ഒരു നോഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ 30യുടെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് 30യേക്കാൾ ലെസർ വാല്യൂസും റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് 30യേക്കാൾ ഗ്രേറ്റർ വാല്യൂസും ആയിരിക്കും സ്റ്റോർ ചെയ്യുക. സപ്പോസ് എനിക്കൊരു 15 എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റൂട്ടുമായിട്ട് ആ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കും. റൂട്ടുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും റൂട്ടിനേക്കാൾ ചെറിയ വാല്യൂ ആണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. 15 ഈസ് ലെസ് ദാൻ 50. സോ എൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലോട്ടാണ് ഈ വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം ഞാൻ ലെഫ്റ്റ് സബ് ട്രീയിലോട്ട് ട്രാവേഴ്സ് ചെയ്ത് അതിൽ നോഡ് ബൈ നോഡായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. ഈ നോഡ് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ എനിക്ക് മനസ്സിലാവും 30 എന്ന വാല്യൂനേക്കാൾ ചെറിയ വാല്യൂ ആണ് 15. 15 ഈസ് ലെസ് ദാൻ 30. സോ 30യുടെ ലെഫ്റ്റിലോട്ടുള്ള സബ് ട്രീയിലേക്കാണ് ഞാൻ ഈ 15 ഇൻസേർട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ദെൻ ഐ വിൽ ഗോ ഫോർ ദ very next node which is 20. 20നേക്കാൾ ലെസ് ആണോ ഗ്രേറ്റർ ആണോ 15? ഓബ്വിയസ്ലി ലെസ്സർ ആണ്. സോ 20യുടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് വേറെ നോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, 20.left is equal to 15 എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി സപ്പോസ് ഒരു 100 എന്ന് പറയുന്ന വാല്യൂ ആണ് വന്നിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? 100ഉം 50 ഞാൻ ആദ്യം കമ്പയർ ചെയ്ത് നോക്കും. 50 എൻ്റെ റൂട്ട് നോഡാണ് കേട്ടോ. കമ്പയർ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി 100 ഈസ് ഗ്രേറ്റർ ദാൻ 50. സോ ഐ വിൽ ഗോ ഫോർ ദ റൈറ്റ് സബ് ട്രീ. റൈറ്റ് സബ് ട്രീക്കകത്ത് അഗൈൻ ഐ വിൽ ഗെറ്റ് ദ very next node which is 70. 100 is obviously greater than 70. So I can understand that 100 എന്ന് പറയുന്ന വാല്യൂ 70യുടെ റൈറ്റ് സബ് ട്രീയിലാണ് എന്തായാലും വരിക. ഓക്കെ. അപ്പൊ ഞാൻ റൈറ്റ് സബ് ട്രീയിലോട്ട് ട്രാവൽ ചെയ്യും. ദെൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു നോഡ് കാണുന്നത് 80 ആണ്. 80യുടെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ വേറെ നോഡ്സ് ഒന്നുമില്ല, നള്ളാണ് കിടക്കുന്നത് അല്ലെ. 80നേക്കാൾ ഗ്രേറ്റർ ആണ് 100ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 80ന്റെ റൈറ്റിലോട്ടായിരിക്കും എന്തായാലും ഞാൻ ഈ 100 എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. 80 കഴിഞ്ഞ് വേറെ നോഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 80.right എന്ന് പറഞ്ഞിട്ട് എനിക്ക് 100 എന്നും പറഞ്ഞ് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഇസ് ഹൗ ഐ ഡു ഇൻസേർഷൻ ഇൻ എ ബൈനറി സെർച്ച് ട്രീ. ഇതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത്. നമ്മൾ AVL ട്രീയിൽ ഇൻസേർഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ടായിരിക്കും ഓരോ നോഡും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ വി വിൽ ചെക്ക് ദ ബാലൻസ് ഫാക്ടർ ഫോർ ഈച്ച് ആൻഡ് എവറി നോഡ്. എവിടെ വെച്ചിട്ടാണോ ആ ബാലൻസ് ഫാക്ടറിൽ ഒരു റോങ് അടിക്കുന്നത്, അതായത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലൻസ് ഫാക്ടർ ഏതിനകത്ത്, AVL ട്രീക്കകത്ത്. അത് അല്ലാതെ വരുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റൊട്ടേഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരിക. അത് ഇൻസേർഷൻ ആണെങ്കിലും ഡിലീഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ. ഇനി ബൈനറി സെർച്ച് ട്രീയില് ഡിലീഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ലോജിക്ക് പറഞ്ഞു പോവാം. ഡിലീഷൻ പെർഫോം ചെയ്യുമ്പോൾ 3 കേസസ് നമുക്ക് വരും. ഒരു ട്രീക്കകത്തുനിന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു ലീഫ് നോഡ് തന്നെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഉള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ 2 ചിൽഡ്രൻ ഉള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറയാം. എനിക്ക് ലീഫ് നോഡാണ് ഡിലീറ്റ് ചെയ്യാനായി തന്നത് വെച്ചാൽ ഓപ്പറേഷൻ ഈസി ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, സപ്പോസ് എൻ്റെ അടുത്ത് 15 ആണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്താൽ മതി, 20.next is equal to നള്ളാക്കി കൊടുത്താൽ മതി. എന്നിട്ട് 15 എന്ന് പറയുന്നതിന് ഞാനൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആക്കിയാൽ മതിയാവും. അതുപോലെ സെയിം 100 ആണെങ്കിലും ഇതുപോലെ കമ്പയർ ചെയ്ത് വന്ന് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ നോഡിനെ ഡയറക്റ്റ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. 80.next is equal to നള്ളാക്കുക, 100 എന്ന് പറയുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രീ ആക്കുക. ഓക്കെ. അത്രേ ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയാണെങ്കിൽ ലീഫ് നോഡ് ആയിരുന്നു ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ, ബട്ട് ഇൻ കേസ് ഒരു ചൈൽഡ് ഉള്ള ഒരു നോഡായിരുന്നു എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടിയിരുന്നെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ 100 എന്ന് പറയുന്ന നോഡ് അവിടെ തന്നെ കിടക്കട്ടെ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് പറയാണ് 80 എന്ന് പറയുന്ന നോഡ് വേണം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം, ഈ നോഡ്
എന്ത് ചെയ്യുക, അങ്ങ് ഫ്രീ ചെയ്യുക. ഈ 70 ഡോട്ട് നെക്സ്റ്റ് അല്ലേ എൻ്റെ ഈ 80 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 70 ഡോട്ട് റൈറ്റ് ആണ് ഈ 80 എന്ന് പറയുന്ന നോഡ് അല്ലെ. അതിന് പകരം 70 ഡോട്ട് റൈറ്റ് ഇസ് ഈക്വൽ ടു 100 എന്ന് ഡയറക്റ്റ് കൊടുക്കുക. 80ന്റെ വാല്യൂ എന്ത് ചെയ്യുക, ഞാൻ ഫ്രീ ചെയ്യുക. ആ മെമ്മറി ലൊക്കേഷൻ ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഫ്രീ ആക്കുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഒരു ചൈൽഡ് മാത്രമുള്ള നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ. ഇനി മൂന്നാമത്തെ കേസ് ആണ് നമ്മൾ ഇവിടെ ഡിപ്പിക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നോഡ്, അതിന് ബോത്ത് ചിൽഡ്രൻ ഇൻ BST, 2 ചിൽഡ്രൻ ഉണ്ട് എങ്കിൽ, സപ്പോസ് എനിക്ക് 50 എന്ന് പറയുന്ന നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. 50 എന്ന് പറയുന്നത് എന്റെ റൂട്ട് നോഡാണ് അല്ലെ. 50ക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ സബ് ട്രീസ് ഉണ്ട് അല്ലെ. ആ കേസിൽ എങ്ങനെ ഡിലീഷൻ പെർഫോം ചെയ്യും എന്നുള്ളതാണ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഭയങ്കര ഈസിയാണ്. 50യുടെ ഏത് വാല്യൂ ആണോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഇനോർഡർ സക്സസർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ 50 ആണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, 50 ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ 50നെ ഏത് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും, ഏതായിരിക്കണം ഇനി റൂട്ട് നോഡ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനോർഡർ സക്സസർ എന്ന് പറഞ്ഞാല് ഏത് നോഡാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന്റെ റൈറ്റ് സബ് ട്രീയിലെ മിനിമം വാല്യൂ. നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ റൈറ്റ് സബ് ട്രീയിലെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അല്ലേ വരുന്നത്. സോ ആ 60 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ റൂട്ട് നോഡ് റീപ്ലേസ് ചെയ്യുന്നു. 50 ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, 70 ഞാൻ അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വരുന്നത് എന്താ, 80ക്ക് പകരം ഞാനിപ്പോ 100 അല്ലേ എന്ത് ചെയ്തിട്ടുള്ളത്, 80 ഞാൻ ഡിലീറ്റ് ചെയ്ത് 100 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കോഡ് എഴുതുമ്പോൾ ഈ 16 15 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്വാപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് 50 ഫ്രീ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. എങ്കിലും ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ 2 ചിൽഡ്രൻ വരുന്ന ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇനോർഡർ സക്സസർ, അതായത് റൈറ്റ് സബ് ട്രീയിലെ മിനിമം വാല്യൂ നോഡ് ഏതാണോ അത് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, 2 ചിൽഡ്രൻ വരുന്ന ഒരു നോഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം അതിന്റെ ഇനോർഡർ സക്സസർ, അതായത് റൈറ്റ് സബ് ട്രീയിലെ മിനിമം വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, ഏത് നോഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ. ഓക്കെ, എന്നിട്ട് നമ്മുടെ നോഡ് റിലീസ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ AVL ട്രീക്കകത്തും ഡിലീഷൻ പെർഫോം ചെയ്യേണ്ടത്. ഈ ഡിലീഷൻ ഓപ്പറേഷൻ ഈ പറയുന്ന 3 കേസസും, അതായത് ലീഫ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് മാത്രമുള്ള ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ചിൽഡ്രൻ ഉള്ള ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ എന്ത് ലോജിക് ആണോ ഫോളോ ചെയ്യുന്നത് അത് വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇൻ കേസ് നമ്മുടെ ബാലൻസ് ഫാക്ടർ ഏതെങ്കിലും നോഡിന്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ റൊട്ടേഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ AVL ട്രീ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അതിന്റെ ഓപ്പറേഷൻസ് ഏറെക്കുറെ ബൈനറി സെർച്ച് ട്രീയുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം വരുന്ന റൊട്ടേഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീയും ഇവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.